ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന, അതും പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ വീട് മുഴുവൻ സുഗന്ധം പരത്താനും വെട്ടിത്തിളങ്ങാനും സഹായിക്കുന്ന ഒന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒത്തിരി ഉപയോഗങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കുക. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന, എന്നാൽ ഒരു കാര്യത്തിനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. വെള്ള തുണികൾക്ക് ആ ഒരു വെണ്മ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉജാല, അത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉജാല. അതിനോടൊപ്പം തന്നെ നമ്മൾ തുണികൾക്ക് സുഗന്ധമേകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കംഫർട്ട് 1 മൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്, നമ്മൾ രാത്രി കാലങ്ങളിൽ കിച്ചണിലുള്ള എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം സിങ്കിലേക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് ഹോളിൽ കൂടി വരുന്ന പാറ്റകൾ ഒന്നും കയറാതെ കിച്ചൺ ക്ലീനായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുക മറ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷനിൽ അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഈ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കേജൊക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ആ സൊല്യൂഷൻ ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് സന്ധ്യാസമയങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന കൊതുക് ശല്യം ഒഴിവാക്കാനായിട്ട് ഇതുപോലെ സൊല്യൂഷൻ തയ്യാറാക്കിയ ശേഷം നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ കൊതുകുകളൊക്കെ വരുന്ന ജനലിൻ്റെ ഭാഗത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ആ കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്കൊക്കെ അത് നല്ലൊരു സ്മെല്ലാണെങ്കിലും അത് കൊതുകുകൾക്കൊക്കെ ഒരു രൂക്ഷഗന്ധമായിട്ടാണ് വരിക. കൊതുക് ശല്യം ഒഴിവാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മതിയാകും. അപ്പം ഞാൻ ബാക്കിയുള്ളത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കുക്കിംഗ് റേഞ്ചിനും സ്റ്റൗ ടോപ്പിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണികളുടെയൊക്കെ ശല്യം, പ്രത്യേകിച്ച് പാറ്റയുടെയൊക്കെ ശല്യം നമുക്ക് കിച്ചണിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഗ്ലാസ്സുകളിൽ മാത്രമല്ല ടൈലുകളായാലും പുത്തനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സൊല്യൂഷൻ നമുക്ക് കൗണ്ടർ ടോപ്പുകളായാലും അല്ലെങ്കിൽ ഇതുപോലെ ടൈലുകളായാലും കിച്ചൺ കബോർഡുകളായാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണികളുടെയും പാറ്റകളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തം, പ്രത്യേകിച്ച് അടുക്കളയിൽ നല്ല സുഗന്ധം നിറയും. പ്രത്യേകിച്ച് നമ്മൾ മീനും അതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ ആ മണമൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ സൊല്യൂഷൻ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ മീൻ പൊരിക്കുമ്പോഴൊക്കെ ഉള്ള ആ മണമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുണ്ടല്ലോ, ഫ്ലാറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് വളരെയധികം ഉപകാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കൗണ്ടർ ടോപ്പും എല്ലാം തന്നെ ഞാനിത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിലെ ഓരോ അപ്ലയൻസസും നമുക്ക് പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്കൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എപ്പോഴും തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള കുക്കിംഗ് പോട്ടും എയർ ഫ്രയറും മിക്സർ ഗ്രൈൻഡറും എല്ലാം ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാറ്റയുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെയധികം യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സുഗന്ധം വരുന്നതാണ്. അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ലിവിങ് റൂമിലൊക്കെ ഉള്ള സോഫയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്
ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പം ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു തുണിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഴുക്ക് പോയി നല്ലതുപോലെ വൃത്തിയാവുകയും ചെയ്യും. അതോടൊപ്പം നല്ല സ്മെല്ലും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ തുണിയുടെയൊക്കെ സോഫയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ലെതർ സോഫയാണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതിയാകും. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കോട്ടൺ ചെറിയ ഉരുളകളായിട്ട് ചെറിയ ബോൾസായിട്ട് ഞാൻ ആ ഒരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത കോട്ടൺ ഒരു 4 ബോൾസായിട്ട് ഞാൻ ചെറുതായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് എവിടെയാണെന്നോ യൂസ് ചെയ്യുന്നത്, വീട്ടിലൊക്കെ ഓരോ ഐറ്റംസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു കോട്ടൺ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു മങ്ങിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ പൊടികളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും അത് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോട്ടൺ ബോൾ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസത്തേക്ക് ആ ഒരു സ്മെല്ല്, കംഫർട്ടിൻ്റെ സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണല്ലോ, ആ സ്മെല്ല് നിലനിൽക്കുകയും ചെയ്യും. മൊത്തത്തിൽ വീട്ടിൽ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് അവർക്കും തന്നെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ പൊടിക്കൈകളിലൊന്നാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി അതുപോലെ ഈ കോട്ടൺ ബോൾസ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ സോഫയുടെയൊക്കെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നല്ലൊരു സുഗന്ധവും വീട് മുഴുവൻ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുണ്ടല്ലോ, ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ചിലരുടെ എങ്കിലൊക്കെ വീട്ടിൽ വാതിലിൻ്റെ ഒക്കെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ കാണാം. അതുപോലെ ടൈലിൻ്റെ ഒക്കെ ഇടയിലുള്ള വരകളിലൊക്കെ ചിലപ്പോൾ കുഴി പോലെയൊക്കെ കാണാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റകളുടെ ശല്യം ഉള്ളതാണെങ്കിൽ, അതുപോലെ ഉറുമ്പുകളുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിനിടയിലേക്ക്, ആ വിടവിലേക്ക് പാറ്റകളൊക്കെ കയറിയിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ്. ആ ഒരു കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ പാറ്റകൾക്കും ഉറുമ്പുകൾക്കും ഒന്നും പറ്റത്തില്ല. ടൈലുകളുടെ ഇടയിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അത് തുടച്ച് കളയേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സിങ്കിൻ്റെ സൈഡിലുള്ള ആ ടൈലുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനും വൃത്തിയായിട്ട് നല്ലപോലെ വെട്ടി തിളങ്ങാനും ഒക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നതാണ്. അഴുക്കുകളെല്ലാം പോയി കിട്ടുന്നതാണ്. അവിടെ ഇതുപോലെ ടൈലിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പോ വിടവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, കിച്ചണിലെ സിങ്ക് ആയാലും ബാത്റൂമിലെ വാഷ് ബേസിൻ ആയാലും ടൈലുകളായാലും മിററുകളായാലും എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയെടുക്കാവുന്നതാണ്. വീട് മുഴുവൻ സുഗന്ധം പരത്താനും വെട്ടിത്തിളങ്ങാനും ഈ ഒരു സിമ്പിൾ സൊല്യൂഷൻ മതിയാകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.